ബഹുമാന്യരായിട്ടില്ല എടുത്ത് പറയാൻ തക്കമുള്ള പെരുന്നാഗപ്പടിയിലെ ഒരു സ്ത്രീയുമായ എല്ലാ നേതാക്കന്മാരും കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ്. അതുപോലെ ആളും ഒരു വ്യക്തിത്വമാണ്. അതുപോലെല്ലാം ബഹുമാനത്തോടുകൂടി നമസ്കാരം. സത്യത്തിൽ ഒരു പുസ്തകാവതാരകൻ പറഞ്ഞതുപോലെ മല്ലിക്കുട്ടിയുടെ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ മിറാക്കിൾ. കാരണം ഞാൻ ആ യാത്രയിലെ സ്ഥിരം യാത്രക്കാരായ ഓരോ ആളുടെയും ഓരോ ദിവസവും നിരീക്ഷകാരുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതം ജീവിച്ചു തീർക്കുന്നവരാണ് നമ്മൾ. ഈ ജീവിച്ചു തീർക്കുന്ന ജീവിതത്തില് ഇതുപോലൊരു യാത്ര ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു യാത്ര ഇനി ഉണ്ടാവാൻ പോകുന്നുമില്ല. അത്ര അവിസ്മരണീയമായിട്ടുള്ള ഒരു ത്യാഗം. എല്ലാവരും ആയിഷയുടെ പലതും ശരിയാണ്. 10,000 പേരോട് യാത്രയൊക്കെ ആവശ്യപ്പെട്ടു ഞാൻ എഴുതിയിരുന്നു. കേരളത്തിൽ വന്നത് ഇത്ര ആൾ എടുക്കാൻ പറ്റില്ല. എന്നാലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവസരം കൊടുത്തത്. പക്ഷെ അത് എളുപ്പമല്ലായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുതുന്നു, 5:30 മണി മുതൽ നടക്കുന്നുണ്ട്. അതിതീവ്രമായ മഞ്ഞുള്ള സ്ഥലങ്ങളിലൂടെയായിരുന്നു കശ്മീർ, പഞ്ചാബ്, ഹിമാചൽ, രാജസ്ഥാൻ. ആ സ്ഥലങ്ങളിലെ യാത്ര അതിരാവിലെ 4 മണിക്ക് ആ മഞ്ഞ് -2 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ. ആ ദിവസം 4 മണിക്ക് എഴുന്നേക്കുക അതുപോലെ നമുക്കൊന്ന് കേരളത്തിൽ നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യത്താണ്. ഒരു നിശ്ചയദാർഢ്യത്തോടെ പിന്നെ യാത്ര. അത് കഴിഞ്ഞ് രാത്രി കിടന്നാൽ ഈ പോകുന്ന വഴികളിലെല്ലാം ഉണ്ടാകുന്ന വ്യത്യസ്തമായ കാലാവസ്ഥകൾ, അതിതീവ്രമായ ചൂട്, അതിതീവ്രമായ തണുപ്പ്, നല്ല മഴ, പിന്നെ പോകുന്ന സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ കാലാവസ്ഥകൾ. അതുകൊണ്ട് തീർത്തും സാഹസികമായ ഒരു യാത്രയായിരുന്നു 150 ദിവസക്കാലത്ത്. ഈ മഞ്ജുവിനോട് ഞാൻ പറഞ്ഞു 2 ദിവസം ഒരു ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സത്യത്തിൽ മഞ്ജു അല്ലാതെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. നടക്കും അവന് വളരെ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. അതാണ് പുസ്തകത്തിൽ പോലും പറഞ്ഞിട്ടില്ലാന്നാണ് എന്റെ വിശ്വാസം. അതാണ് വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ എനിക്ക് പേടിയായിരുന്നു നടക്കുന്നത്. ആ വർഷങ്ങളിൽ ഭയമായിരുന്നു. പക്ഷെ അവന്റെ മനസ്സിൽ ഞാൻ ഈ യാത്ര തുടങ്ങിയത് അവസാനിപ്പിക്കും എന്നില്ല. കമ്പാർട്ട്മെന്റ് ജീവിതത്തിൽ എനിക്ക് ജീവിതമില്ലെങ്കിൽ മാറിയില്ല. വർത്തമാനകാല കോൺഗ്രസ്സുകാരില് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഒരു മനസ്സാണ്. കാരണം ഇന്ന് കോൺഗ്രസ് നിൽക്കണമെങ്കിൽ ഒരുപാട് കട്ടിയുള്ള മനസ്സുണ്ട്. ദുർബല ഹൃദയന്മാർക്ക് ഈ പാർട്ടിയെ വിട്ടു നിൽക്കുന്നു. ഒരു ഭാഗത്ത് പ്രലോഭനങ്ങൾ, മറുഭാഗത്ത് ഭീഷണി. പ്രലോഭനങ്ങളെയും ഭീഷണികളെയും തരണം ചെയ്ത് എന്റെ ആശയമാണ് എനിക്ക് വലുത്, എനിക്കെന്റെ ആദർശമാണ് വലുത് എന്ന് ചിന്തിക്കുന്നവർക്കും മാത്രമേ. ഇപ്പൊ നിങ്ങളെ ഓരോ ദിവസവും ഒരാൾ പോകുന്നുണ്ട് കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് ഒരാളെ കുറിച്ച് പറയാനുള്ള ഓരോരാളെ കുറിച്ചും പറയാൻ കഥയുണ്ട്. ഒന്നുകിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഉണ്ടാവും, കുറ്റമായിട്ട് ജയിലിൽ കൊണ്ട്. നിങ്ങൾ ജയിലിൽ പോകുന്നോ അല്ല കോൺഗ്രസ് നിൽക്കണോ? അപ്പൊ അവർ തീരുമാനിക്കും ജയിലിൽ പോകുന്നില്ല കോൺഗ്രസ്, അല്ല കോൺഗ്രസ് ജയിലിൽ പോകുന്നില്ല, ഇങ്ങോട്ട് പോവാൻ. അല്ലെങ്കിൽ 10-30 കൊല്ലം പ്രദർശിച്ചിരിക്കുന്ന സ്റ്റേറ്റുകളുണ്ട്, ഭരണത്തിൽ ഇന്ത്യക്കാരൻ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പൊ ഈ 2 കാര്യങ്ങളെയും അതിജീവിച്ച് മാത്രം നിൽക്കാൻ മനസ്സുള്ള ആയുണ്ട്. അതായിരുന്നു തെലങ്കാനയിലെ സ്ഥിതി എന്തായിരുന്നു? എല്ലാവരും പാർട്ടി 21 MLA 17 പേരുമാണ്. ആരുണ്ടായിരുന്നില്ല. എല്ലാവരും കൂട്ടടക്കം കോൺഗ്രസിന് ലയിപ്പിച്ചുകൊണ്ടുള്ള പാർട്ടി വിട്ടുകൊണ്ടുപോയി. പാർട്ടി തീർന്നു എന്ന് പറഞ്ഞു. 4 ബൈ-ഇലക്ഷൻ നടന്നപ്പോൾ കെട്ടിവെച്ച പണം കിട്ടിയില്ല. കോൺഗ്രസ് സംഘടന കെട്ടിവെച്ച പണം കിട്ടിയില്ല. അവിടെ എന്നാലും ലക്ഷക്കണക്കിന് കോൺഗ്രസ് വിശ്വാസികളായിരുന്നു. എന്റെ പാർട്ടിയാണ്, ഏത് നേതാവ് പോയിക്കോട്ടെ പാർട്ടിയെ തിരിച്ചു വരുന്നത് പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 67 സീറ്റുമായിട്ട് ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. കർണാടകത്തിന്റെ ചിത്രം അതാണ്. നമ്മുടെ കൂടെ MLA എത്ര പേരായിരുന്നു.
ഞാൻ പറഞ്ഞു വന്നത് തീവ്രമായ അസുഖം ഉണ്ടായിട്ടും ഈ യാത്ര എന്ന് പറഞ്ഞാൽ വല്ലാത്ത യാത്രയാണ്. നമ്മൾ പോകുന്ന ടെറൈൻ എന്ന് പറയുന്നത് നമുക്ക് യാത്രാ സൗകര്യമുള്ള ടെറൈൻ ആയിരിക്കില്ല, ആവശ്യത്തിന് കാരണമായില്ല. പിന്നെ അതിനകത്തൊന്നും ഒരു മനസ്സിലാക്കേണ്ടത് 10,000-ങ്ങളാണ് യാത്രയിൽ വന്ന് പറഞ്ഞു പോകുന്നത്. തട്ടി വീഴുക എന്ന് പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. എവിടെയും പോയി ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നതാണ്, എവിടെയെങ്കിലും അതൊന്നും സംഭവിച്ച ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പൊ അതൊന്നും വേണ്ട, ഞാൻ നടന്നു പോകും എന്ന് തീരുമാനിക്കും. മറ്റുള്ളവരും പോലെ അവരുടെ തീരുമാനം. അത് സത്യത്തില് എന്റെ മനസ്സിനെ വല്ലാതെ വല്ലാതെ നമ്പരപ്പെടുത്തിയിട്ടുള്ള ദിവസങ്ങളായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ യാത്ര പൂർത്തീകരിച്ചു. അവനിതൊക്കെ പറഞ്ഞാൽ അവനവരുടേതായിട്ടുള്ള ചില ഉറച്ച തീരുമാനമുണ്ട്. ഈ പുസ്തകത്തിൽ എല്ലാ കാര്യത്തിലും എനിക്ക് പോയി പോകുന്നില്ല. എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വിമർശിക്കാനുള്ള ഒരു ശേഷി മഞ്ഞുപിടുന്ന എന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, മഹേഷിനെ വിമർശിക്കാറുണ്ട്. അത് ഞാനതിന് അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ആ പുസ്തകം വായിച്ചു. തിരുവനന്തപുരം ഡിസിയെ കുറിച്ച് കഴിഞ്ഞാൽ പരാമർശങ്ങൾ ഞാൻ വായിച്ചു. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ മഞ്ജുക്കുട്ടൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു അസറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഈ വർത്തമാനകാല വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ അവൻ ഡയറിക്കുറിപ്പ് എഴുതി ആ പുസ്തകത്തിലൂടെ കണ്ണോടിച്ചു നോക്കി നല്ല ഒരു പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഇതിനൊക്കെ വലിയ സാഹിത്യ കൃതിയാണെന്നൊന്നും മഞ്ജുക്കുട്ടൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു കൃതി തന്നെയാണ്. മറ്റെല്ലാവരും എഴുതുന്ന പോലെ തന്നെ മനോഹരമായിട്ട് അത് എഴുതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളത് വായിക്കണം. ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് സത്യത്തിൽ കാശ്മീർ അവസാനിക്കുമ്പോൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇത് എന്താ ഇതിങ്ങനെ യാത്ര തുടങ്ങി തീർക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കുന്നു. കന്യാകുമാരി തുടങ്ങി കാശ്മീരിൽ ഞാൻ പറഞ്ഞു -2 ഡിഗ്രിയാണ് തിരക്കാണ്. മഞ്ഞ് തീർത്തും പെയ്തുകൊണ്ടിരിക്കുന്നത്, മഴയും പെയ്തുകൊണ്ടിരിക്കുന്നു. ആ മഞ്ഞിലും മഴയിലുമാണ് ഇതിന്റെ അവസാനം വരുന്നത്. അത്ര വരെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും വളരെ ആവേശത്തോടെ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടി വിജയിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്, കുറച്ച് വിശ്വാസം. കാരണം ആ പരിപാടി നയിച്ച നേതാവിനുള്ള ജനതയുടെ വിശ്വാസം കൂടി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിനോടും പോരാടാം. നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് 3 ജാമ്യം അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് കോടതിയിൽ നിന്ന്, ബീഹാർ കോടതിയിൽ നിന്ന് 22 കേസാണ്. അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങളൊക്കെ പോകുന്നു. എന്താണ് ഇന്ത്യൻ മാധ്യമങ്ങളിൽ ചെയ്ത ജോലി? കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് പരമാവധി. അത് BJPക്ക് ഏറ്റവും സുഖമുള്ള കാര്യമാണ്. BJP ചെയ്യുന്ന ഇന്നത്തെ ഈ രാജ്യത്ത് ചെയ്യുന്ന സംഘപരിവാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ തുറന്നു തീർക്കാൻ ധൈര്യം കാണിക്കുന്ന അപൂർവം മാധ്യമങ്ങൾ മാത്രമേ നമ്മൾ അറിവുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അയാൾ എല്ലാവരെയും കീഴടക്കിയിട്ടുണ്ട്. എല്ലാവരെയും കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഏറ്റവും എളുപ്പം എന്താണ്? എതിർക്കുന്നവരെ കുറിച്ച്, എതിർക്കപ്പെടേണ്ടവര് സാധാരണ നമ്മൾ കാണുന്നത് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്ന തെറ്റുകളെയും ചെയ്തികളെയും തുറന്നു കാണിക്കാനുള്ള ഒരു സംരംഭമാണ്. അതിൽ നമ്മളെ കുറിച്ച് എന്ത് വിമർശനം പറഞ്ഞാലും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നല്ല തുറന്നു മനസ്സോടെ സ്വീകരിക്കുന്നു. ഞാൻ അടുത്ത കാലത്ത് നമ്മുടെ മലയാള പദത്തിന്റെ ഒരു കാർട്ടൂൺ കാണുകയുണ്ടായിരുന്നു. വിശദാംശങ്ങളൊന്നും ഞാൻ പറയണില്ല. പക്ഷെ അത്തരം ഒരു കാർട്ടൂൺ സംഘപരിവാറിനെ കുറിച്ചും നരേന്ദ്രമോദിയെ കുറിച്ചും വരക്കാൻ ആ മാധ്യമത്തിൽ ധൈര്യമുണ്ടോ എന്ന് ഞാൻ പരിഗണിക്കാറില്ല. അവർക്ക് കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് പറയാനേ പറ്റുള്ളൂ, വരക്കാനേ പറ്റുള്ളൂ. ഇതിനെല്ലാം
കണ്ട് പിൻവാങ്ങുന്ന തലമുറയല്ല ഈ തലമുറ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. ഈ കാണുന്നതെല്ലാം വെറും പുകമറയാണ്. ഈ രാജ്യത്തെ ഇങ്ങനെ ഒരു സവർണ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി ഇവിടെ പഴയ ജാതി വ്യവസ്ഥ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ മഹത്തായ രാജ്യം ഒരുപാട് പാരമ്പര്യമുള്ള രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല എന്ന് ജനത തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പോരാട്ടത്തിൽ മുഴുവൻ പാതയായിരിക്കും. വെല്ലുവിളികൾ നേരിടേണ്ടി വരും, മുന്നോട്ട് പോകേണ്ടി വരും. അത് എത്ര വെല്ലുവിളികൾ നടന്നതായാലും, ഏത് കാലഗ്രഹങ്ങൾ നമ്മൾ മാടി വിളിച്ചാലും, എത്ര മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും അതിനെ അതിജീവിക്കാനുള്ള കാര്യമുള്ള മനസ്സുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലും കോൺഗ്രസിന് പിന്നിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അതുകൊണ്ട് ഇത്തരം മഞ്ജുകുട്ടന്മാർ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഞാൻ വീണ്ടും പറയുന്നു നൽകുന്ന ഏറ്റവും ശുഭസൂചകമായ സന്ദേശം, അത് നാട് ഏറ്റവും ഗുണകരമാണ് എന്ന് അടിവരയിട്ട് സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് മഞ്ജുവിന്റെ അമ്മയുടെ ഇരിക്കുന്നുണ്ട്. മഞ്ജുവിന്റെ അമ്മ എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ രാത്രി 5 മിനിറ്റ് കാണുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞ് അവന്റെ കണ്ണു വിളിക്കുക. അപ്പൊ ഇത്രയും നല്ലൊരു മകനുണ്ട് അല്ലെങ്കിൽ അമ്മക്കും അഭിമാനിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ അവതാരം പറഞ്ഞതുപോലെ ഒരു കാര്യത്തിൽ സത്യമാണ്, കേരളത്തിൽ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ വഴി നമ്മൾ വളരെ മുന്നിലാണെന്ന് പറയും. നമ്മൾ വളരെ മുന്നിലാണ് എല്ലാ കാര്യത്തിലും, സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും ജാതി വ്യവസ്ഥയിലെല്ലാം പൂർണ്ണമാണ് കേരളം എന്ന് പറയുന്നത് എനിക്ക് വിശദമായി യോജിപ്പില്ല. ഇപ്പോഴും ചിലരെ അകറ്റി നിർത്തുന്ന കാര്യത്തിൽ അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വിമുഖതയുണ്ട് എന്നുള്ള കാര്യത്തിൽ, പൊതുസമൂഹത്തിന് വിമുഖതയുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് തെളിയിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകും. മഞ്ജു ഗംഭീരമായി കൊണ്ടുപോകണം. ഇന്ത്യയുടെ എല്ലാ 12 സ്റ്റേറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. ഞങ്ങൾ ഓരോ സ്റ്റേറ്റും ഓരോ കൾച്ചറാണ്. ഇപ്പൊ 2ാമത്തെ യാത്രയിൽ ഇപ്പൊ നാഗാലാൻഡ് പോയപ്പോഴാണ് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് നാഗാലാൻഡ് നമ്മളൊന്നും കാണുന്ന സ്ഥലമേ അല്ല, വിചാരിക്കുന്ന സ്ഥലമല്ല. അപ്പൊ ഈ യാത്ര പിന്നെ മഞ്ജുകുട്ടനെ വല്ലാത്ത ഇത് പറയുമ്പോൾ ചാണ്ടികളെ കുറിച്ച് പറയണം. കാലിനകത്ത് ചെരുപ്പുമില്ലാതെ ചാണ്ടി എത്ര ദിവസം നടന്നത്. ആ മഞ്ഞത്തിൽ ചൂട് ചെരുപ്പ് ഇടാൻ പറഞ്ഞാൽ ചെരുപ്പിടുന്നു. ഇവിടെ തന്നെ വരണുണ്ടായിരുന്നു അവരുപോലെ. അപ്പൊ ഇതെല്ലാം എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. യാത്ര എല്ലാവർക്കും നടത്താൻ പറ്റും. യാത്രയിലെ കുറിപ്പുകൾ ഡയറികളാക്കി ഒരു പുസ്തകം എഴുതുമ്പോൾ അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അതും മഞ്ജുകുട്ടനോട് നടത്തി സാധിച്ചു കൊടുക്കും. അതിന് പ്രത്യേകമായിട്ട് അഭിനന്ദനം പറയുന്നത് നമ്മുടെ എല്ലാം എറണാകുളത്തേക്ക് നമുക്കൊരു അത് വായിച്ചു. എറണാകുളത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നൊരു ഔത്സുക്യം അതിനകത്ത് കാണാറില്ല. ആ എറണാകുളത്തേക്ക് എത്തുന്നതിന് തലേദിവസം യാത്ര എത്തുന്നുണ്ട് ആ ഒരു പിരിമുറുക്കം ഇല്ലേ. എന്തായാലും റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു.